നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്താണ് ഹൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ ഹൈഡ് ചെയ്തിരുന്നത് എന്താണെന്നും ഡിവൈൻ നിങ്ങളുടെ റിലേഷനിലേക്ക് വരുത്താൻ പോകുന്ന മാറ്റം, ഡിവൈൻ്റെ എനർജി ഏത് രീതിയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ പോകുന്നത് എന്നുകൂടിയാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയണം. അതുപോലെ വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുത്തു നോക്കണം. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, ഇത് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. നിങ്ങളിത് ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടിയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങൾ അതിലെത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആകുന്നത്. ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിലും എൻ്റെ എനർജിയെ കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിലും തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകണം. കാരണം ബാഡ് കർമ്മ നിങ്ങളിൽ കണക്റ്റഡ് ആവാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. പിന്നെ ഇതൊരു മൈൻഡ് റീഡിംഗ് ആണെന്ന് മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമ്മളിവിടെ എടുത്തു തരുന്നത്. അപ്പം അതെല്ലാവരിലേക്കും കണക്റ്റഡ് ആവണമെന്നില്ല. അപ്പം നിങ്ങൾക്ക് വ്യക്തിപരമായി നല്ലൊരു തീരുമാനം എടുക്കാൻ ഒരു റീഡിങ്സ് പേഴ്സണലായിട്ട് എടുത്തു നോക്കുക. പിന്നെ നിങ്ങൾ കൊടുക്കുന്ന എനർജി ബേസ് ചെയ്ത് തന്നെയായിരിക്കും റീഡിങ്സ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലൊരു റീഡിങ്സ് ലഭിക്കണമെന്ന് ഓർത്ത് പേഴ്സണൽ റീഡിങ്സിന് പോവാതിരിക്കുക. അവിടെ കിട്ടുന്ന എനർജി തന്നെയായിരിക്കും ഏത് വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് നൽകുകയുള്ളൂ. അതായത് നിങ്ങളുടെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന വ്യക്തിയെക്കുറിച്ച് മോശം കേൾക്കണമെന്നാണ്, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതാണ് റീഡിങ്സ് എന്ന് ചിന്തിച്ചു പോകണ്ട. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ റീഡിങ്സ് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ചില വ്യക്തികളിൽ നിന്നും നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അവർ ചിന്തിക്കുന്ന കാര്യം അവർക്ക് റീഡിങ്സ് ആയിട്ട് കിട്ടണം എന്ന് പറയുന്ന ഒരവസ്ഥ ഒരിക്കലും അത് അസാധ്യമായ കാര്യമാണ്. അസാധ്യമായൊരു കാര്യമാണ് അതെന്ന് മനസ്സിലാക്കുക കേട്ടോ. കറക്റ്റായിട്ട് എന്താണോ നമുക്കിവിടെ വരുന്നത് അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരും. അത് കേൾക്കുമ്പം വിഷമം തോന്നിയിട്ടൊന്നും കാര്യമില്ല. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ജനറൽ റീഡിങ്സ് പോലെ വിട്ട് കളഞ്ഞേക്കുക. അത്രയേ ഉള്ളൂ നമുക്ക് ആ ഒരു എനർജിയെ സംബന്ധിച്ച് പറയാൻ സാധിക്കുന്ന കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്ന 6 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ് കേട്ടോ. അവരെ സംബന്ധിച്ച് ഒരു വലിയ പ്രതീക്ഷ, അവരൊരു സക്സസ് എനർജിയിലേക്ക്, ചിലരെ സംബന്ധിച്ചൊരു വിവാഹം പോലുള്ള സിറ്റുവേഷൻസുകളിലേക്ക് കണക്റ്റഡ് ആവാൻ ശ്രമിക്കുന്ന സിറ്റുവേഷൻസ് തന്നെയാണ് നിങ്ങളിൽ നിന്നും മറച്ചു പിടിക്കുന്നത്. ദ ലവേഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ചിലർ ഒരു പാർട്ട്ണർ എനർജി ഉള്ളതും നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്തിട്ടുണ്ട്. അത് ചെറിയ രീതിയിലൊരു പാർട്ട്ണർ എനർജി അല്ല, വളരെ സ്ട്രോങ് ആകുന്ന രീതിയിലുള്ള ഒരു തേർഡ് സിറ്റുവേഷൻസ് ഉള്ള കാര്യം നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്. ചിലത് മാര്യേജ് എനർജിയെ ബേസ് ചെയ്തുള്ള സിറ്റുവേഷൻസും അത്രത്തോളം ബോണ്ടുള്ള എനർജി ഉള്ളവരും, ചിലർ മറ്റൊരു വിവാഹം എന്ന് പറയുന്ന ആഗ്രഹത്തിലേക്ക് തിരിഞ്ഞു നിന്ന് അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നവരുടെയും എനർജികൾ നമുക്കിതിൽ കണക്റ്റഡ് ആകുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്നും അവർ ഹൈഡ് ചെയ്യുന്നത് അവരുടെ ജീവിതത്തിൻ്റെ ഫ്യൂച്ചർ പ്ലാനിങ് തന്നെയാണ് എന്നുള്ളതാണ് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്നിലധികം വ്യക്തികളുടെ എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും പാസ്റ്റിലേക്കാണ് തിരിഞ്ഞു പോയിരിക്കുന്നത്. അത് കണക്റ്റ് ചെയ്തിരിക്കുന്നത് ലവേഴ്സ് എനർജിയിലാണ്. മാര്യേജ് എനർജിയെ കണക്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസിലേക്ക് തന്നെയാണ് നിങ്ങളിൽ നിന്നും ആ ഒരു വ്യക്തി തിരിഞ്ഞു നിൽക്കുന്നതും. അവരുമായിട്ടുള്ള എനർജി, അവരുമായിട്ടുള്ള ആഴത്തിലുള്ള ആ ഒരു ബന്ധത്തെയാണ് നിങ്ങൾക്ക് മുന്നിൽ ഹൈഡ് ചെയ്യുന്നതെന്നുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി കേട്ടോ. എന്താണേലും ഇതിനകത്ത് നമുക്ക് മെയ് മാസത്തിൻ്റെയും ജൂൺ മാസത്തിൻ്റെയും എനർജി വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റ് ചെയ്ത് നിൽപ്പുണ്ട് കേട്ടോ. അപ്പം ഇവരെ സംബന്ധിച്ച് ഹൈഡ് ചെയ്യുന്ന സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ പ്രയോറിറ്റിയാണ് കേട്ടോ. അവർക്ക് നിങ്ങളെ കൂടാതെ മറ്റൊരു സിറ്റുവേഷൻസും കൂടി ഉണ്ട്. അപ്പം നിങ്ങളിൽ ഏത് സിറ്റുവേഷൻസിനെ വേണം അവരുടെ ലൈഫിലേക്ക് എടുക്കാൻ എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ,
നിങ്ങളോട് ചിലപ്പോൾ വളരെ പോസിറ്റീവായിട്ടായിരിക്കാം സംസാരിക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു സെപ്പറേഷൻ പീരീഡ്, നോ കോണ്ടാക്റ്റ് എനർജിയിലായിരിക്കാം നിൽക്കുന്നത്. ഏത് സാഹചര്യത്തിലാണോ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി നിൽക്കുന്നത്, ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് മൾട്ടിപ്പിൾ പ്രയോറിറ്റി എനർജിയാണ്. ബാലൻസ് ചെയ്യേണ്ടതാകുന്ന സിറ്റുവേഷൻസ്, ക്ലിയർ ആയിട്ടൊരു തീരുമാനം എടുക്കേണ്ട സമയമാണ്. പക്ഷേ അവരെ സംബന്ധിച്ച് മോശമാകുന്ന ഒരു മോശം സമയത്തിലൂടെ കടന്നു പോകുന്നൊരു ഫീലിങ്സിലാണ് അവർ നിൽക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ സിംഗിൾ എനർജിയിലേക്ക് കണക്ട് ചെയ്യുമ്പം മാര്യേജിനെ സംബന്ധിച്ച് ചിന്തിക്കുന്ന കാര്യത്തിൽ അവർക്ക് മറ്റൊരു സിറ്റുവേഷൻസും നിങ്ങളെക്കാൾ പ്രാധാന്യം അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം കണക്ട് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും ആ ഒരു എനർജീനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ പേരൻസിൻ്റെ നല്ല രീതിയിലുള്ള ഒരു കൈകടത്തൽ ഈ ഒരു എനർജിയിൽ കണക്റ്റഡ് ആയിട്ട് കാണുന്നുണ്ട്. അവർ വളരെയധികം നിങ്ങളുടെ വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്ട്രോങ് ആയിട്ട് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആ ഒരു ബ്ലൈൻഡ്നെസ് എനർജിയിൽ നിന്നും നിങ്ങളുടെ വ്യക്തിയെ തിരിച്ചെടുക്കാൻ, അതായത് കൺഫ്യൂഷനിൽ നിന്നും നല്ലൊരു മാർഗനിർദ്ദേശം കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി രണ്ട് വ്യക്തികളുടെ പ്രസൻസ് പേരൻസിൻ്റെ ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നല്ല രീതിയിൽ ബന്ധം പുലർത്തുന്ന രണ്ട് വ്യക്തികളുടെ പ്രസൻസ് സ്ട്രോങ് ആയിട്ടുണ്ട് എന്നാണ് കാണുന്നത്. അവർ പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനും ഇവരുടെ ഫ്യൂച്ചർ ലൈഫിനെ സംബന്ധിച്ച് എടുത്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് ആണ്. ആ സിറ്റുവേഷൻസിൽ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് ഒരു കൺഫ്യൂസ്ഡ് എനർജിയിലാണ് നിൽക്കുന്നതെന്നാണ് കാണുന്നത്. നൈറ്റ് ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളോട് പറയാതെ, നിങ്ങളോട് ഹൈഡ് ചെയ്ത് തന്നെ അവർ മറ്റൊരു സ്നേഹബന്ധത്തിലേക്ക്, മറ്റൊരു ഇമോഷൻസ് പരമാകുന്ന സിറ്റുവേഷൻസിലേക്ക് കണക്റ്റഡ് ആയി നിൽക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അത് പാസ്റ്റിലുള്ള ഒരു വ്യക്തിയുമായിട്ടാണ്. റീയൂണിയൻ എനർജി അല്ല, ഒരു പുതിയ ഇമോഷൻസ്, അൺകണ്ടീഷണൽ ലവ് എനർജി എന്ന് പറയുന്ന സിറ്റുവേഷൻസിൽ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത്. ഒരു ന്യൂ ബിഗിനിങ് നടത്തിയ ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. വളരെയധികം അവർക്ക് ഉള്ളിൽ ഭയം, പേടി കാണിക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ അവർ പേടിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ച് ഹോൾഡ് ചെയ്യുന്നു, അതായത് ആ സിറ്റുവേഷൻസിന് അവരിപ്പോൾ കണക്ട് ചെയ്ത് നിൽക്കുന്ന, നിങ്ങളോട് ഹൈഡ് ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻസിനെ അവർ ശരിക്കും ഹോൾഡ് ചെയ്യുന്നതായിട്ടും അതിനകത്തൊരു പ്രൊട്ടക്ഷൻ തീർത്തിട്ടുള്ളതായിട്ടുമാണ് കാണുന്നത്. കാരണം അവരെക്കുറിച്ച് യാതൊരു ഇൻഫർമേഷൻസും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാത്ത വിധം ഒരു പ്രൊട്ടക്ഷൻ തീർത്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതൊരു അൺകണ്ടീഷണൽ ലവ് എനർജിയിലാണ് നിൽക്കുന്നത് കേട്ടോ. അതൊരു പൂർണ്ണതയിൽ എത്തിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ദ ലവേഴ്സിൻ്റെ എനർജിയും കണക്റ്റഡ് ആണ്. നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്യുന്നതും ചിലപ്പോൾ മാര്യേജ് പോലുള്ള സിറ്റുവേഷൻസിൽ അവസാനിച്ചു പോയ ചില ബന്ധത്തിൻ്റെ റീകണക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം. അവർ വീണ്ടും ഒരു റീയൂണിയനിലേക്ക് തിരിച്ചു പോകുന്ന കാര്യങ്ങൾ, എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലേക്കൊക്കെ നോക്കുമ്പം ഈ ഒരു എനർജി വളരെ സ്ട്രോങ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം അവരൊരു ഡിവോഴ്സ് എനർജിയിലൊക്കെ നിൽക്കുകയോ അല്ലെങ്കിൽ ബന്ധത്തിൽ ഒരു എൻഡിങ് സംഭവിച്ചു പോയ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ എനർജിയെ ബേസ് ചെയ്തുള്ള ഒരു ബന്ധത്തിൻ്റെ എനർജി കണക്റ്റഡ് ആയിട്ട് കാണുന്നുണ്ട്. ഒരു ട്രോമാറ്റിക് സിറ്റുവേഷൻസിൽ നിന്നെല്ലാം മൂവ് ഓൺ ചെയ്യുന്നുണ്ട് കേട്ടോ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ചേഞ്ചിങ് നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അതായത് ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ, നല്ല രീതിയിൽ ഒരു തിരിച്ചറിവ് വന്നിട്ട് റീബർത്ത് എനർജിയിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി തന്നെയുള്ള ഒരു എനർജി കണക്റ്റഡ് ആകുന്നുണ്ട്. കൂടാതെ തന്നെ നിങ്ങളുമായിട്ട് ഹൈഡ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഭൗതികമാകുന്ന പല നേട്ടങ്ങളെയും അവർക്ക് നേട്ടങ്ങളും അവർക്ക് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻസ് ആ ഒരു ബന്ധത്തിൽ കണക്റ്റഡ് ആയിട്ട് കാണുന്നുണ്ട്. കാരണം ഇതിനകത്ത് എനർജി കണക്റ്റഡ് ആകുന്ന ചിലപ്പോൾ ഈ ഫിനാൻഷ്യൽ പരമാകുന്ന ചില നേട്ടങ്ങളോ ഫിനാൻഷ്യൽ ലോസിൽ നിന്നുള്ളൊരു മാറ്റമോ ഒക്കെ നിങ്ങളുടെ വ്യക്തിക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. പുതിയ ചില കാര്യങ്ങൾ, അത് വീട് വാങ്ങുന്നതാവാം, കരിയർ പാതയിൽ അവർ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരുന്ന ചില കാര്യങ്ങളിലെല്ലാം അവർക്കൊരു സമാധാനപരമാകുന്ന ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി
വ്യക്തിയുമായിട്ടാണ് അവർ കണക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. അതായത് ഈ പറഞ്ഞതുപോലെ തകർച്ചയിലായിരുന്ന, അവരിൽ നിന്നും പൂർണ്ണമായിട്ടും അവസാനിച്ചു പോയ കാര്യത്തെ അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്, അവരിലേക്ക് വീണ്ടും റീകണക്റ്റ് ചെയ്ത് നിർത്തുന്നു എന്നുള്ളത് തന്നെയാണ് നിങ്ങളുമായിട്ട് ഇവർ ഹൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പം മറ്റൊരു സിറ്റുവേഷൻസ് അവർക്ക് വളരെ സ്ട്രോങ് ആയതും അവർക്ക് ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ് കൊടുക്കേണ്ടതാകുന്ന ഒരു സിറ്റുവേഷൻസിൽ ജീവിതത്തിലേക്ക് ഉണ്ടായിരിക്കുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇമോഷൻസിന് ബൗണ്ടറി തീർക്കുന്ന ഒരു എനർജി, ഇമോഷണൽ പരമാകുന്ന പല കാര്യങ്ങളും നിങ്ങളിൽ നിന്നും ആ ഒരു വ്യക്തി ബൗണ്ടറി തീർത്ത് ഹൈഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും അവർക്കൊരു കൺഫ്യൂഷനാണ്, എന്ത് ചെയ്യണമെന്നുള്ളൊരു കൺഫ്യൂഷൻ എനർജിയാണ് അവരുടെ ലൈഫിൽ. കാരണം അവരെ സംബന്ധിച്ച് സാമ്പത്തികപരമാകുന്നൊരു ഭദ്രത നിങ്ങളിൽ നിന്നും, നിങ്ങളിലെ കുറേ വ്യക്തികളിൽ നിന്നും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഒരു ഫ്രീഡം നിങ്ങളുടെ പ്രസൻസിലൂടെ ഈ ഒരു വ്യക്തിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുള്ളത് കൊണ്ടും മാത്രവുമല്ല, അവരുടെ ജീവിതത്തിൽ ഒരു കർമ്മ എനർജിയിൽ നിന്നും അവർക്ക് മൂവ് ഓൺ ചെയ്യാൻ നിങ്ങൾ ഇവരെ വളരെയധികം ശക്തമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വീഴ്ചയിൽ നിന്നും ഒരു പിടിച്ചു ഉയർത്തിക്കൊണ്ട് വന്നത്, അല്ലെങ്കിൽ അവർ വളരെയധികം ഒരു സ്റ്റക്കായിട്ട് നിന്ന അവസ്ഥയിൽ അവർ വളരെയധികം ഒരു സീറോ എനർജിയിൽ നിന്നും നിങ്ങൾ ആ ഒരു വ്യക്തിനെ, ആ പെയിൻ എനർജികളെ എല്ലാം ചേഞ്ച് ആക്കി നിങ്ങൾ അവരെ വീണ്ടും ഒരു ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തതിൻ്റെ ഫലം അവരെ സംബന്ധിച്ചൊരു കൺഫ്യൂഷൻ ഫീലിങ്സ് ചെയ്യിക്കുന്നുണ്ട്. അവർ ശരിക്കും ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് കേട്ടോ, എന്ത് ചെയ്യണമെന്നുള്ള ഒരു എനർജി. ശരിക്കും അവർക്ക് ഭയം തോന്നുന്നുണ്ട് നിങ്ങളുമായിട്ട് ഹൈഡ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പം. കൂടാതെ തന്നെ ഇമോഷണലി നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ഡിസിഷൻ എടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഒന്നെങ്കിൽ നിങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റ് ഇല്ലാത്ത അവസ്ഥയിൽ അവർ നിർത്തിയിട്ടുണ്ടെങ്കിലും അവർക്ക് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നുണ്ടായ പ്രസൻസ്, നിങ്ങളിൽ നിന്ന് കിട്ടിയ സപ്പോർട്ടൊന്നും അവരെ സംബന്ധിച്ച് അവർക്ക് മറന്നു കളയാൻ പറ്റാത്ത അത്രത്തോളം ഒരു ഒരു നന്ദി പ്രകടിപ്പിക്കേണ്ട ഒരു സിറ്റുവേഷൻസിലാണ് നിൽക്കുന്നത്. പക്ഷേ അവരെ സംബന്ധിച്ച് മൂവ് ഓൺ ചെയ്ത് ആ ഒരു നെക്സ്റ്റ് സിറ്റുവേഷൻസിലേക്ക് എത്തിച്ചേരണമെന്നുണ്ട്, പക്ഷേ അവർക്കതിനും സാധിക്കുന്നില്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. ശരിക്കും ഹൈഡ് എനർജിയിൽ എല്ലാ കാര്യങ്ങളെയും അവർ ഹൈഡ് ചെയ്ത് നിർത്തുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. എന്താണെങ്കിലും ഇവരുടെ ഒരു എനർജിയിലേക്ക് നോക്കുമ്പം ഇവർക്ക് നിരാശ ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് മറ്റ് ചില ഓപ്പർച്യൂണിറ്റീസുകളും അവരുടെ ലൈഫിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. ഒരുപാട് നെഗറ്റീവ് തോട്ട്സുകളിലൂടെയാണ് ഈ ഒരു വ്യക്തി കടന്നു പോകുന്നത്. കാരണം ഇവർക്ക് ഉൾഭയം ഉണ്ട് എന്നുള്ളതാണ്. വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പം, വരും വരായികളെക്കുറിച്ച് ചിന്തിക്കുമ്പം അവർക്ക് ശരിക്കും ഒരു സ്തംഭന അവസ്ഥ ഫീൽ ചെയ്യുന്നുണ്ട്. ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഫ്യൂച്ചർ സക്സസ് വേണം, ഫ്യൂച്ചറിൽ ഒരു സ്റ്റാർ എനർജിയിൽ നിൽക്കണം, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും വിജയിച്ച് നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം അവരിൽ സ്ട്രോങ് ആയിട്ടുണ്ട്. പക്ഷേ ഇവരിൽ വന്നിരിക്കുന്ന ഒരു സൺറൈസിങ് എനർജി, ഒരു സക്സസ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രസൻസിലൂടെയാണ്. അതുകൊണ്ട് നിങ്ങളെ അവർക്ക് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാനും പറ്റുന്നില്ല, എന്നാൽ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആയിട്ട് നിൽക്കാനും പറ്റുന്നില്ലാത്ത ഒരു സിറ്റുവേഷൻസ് ആണ്. അവർ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളോടൊപ്പം തന്നെ മറ്റൊരു സിറ്റുവേഷൻസിനെയുമാണ് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ ഒരു നെഗറ്റീവ് എനർജി ആയിട്ട് കാണാൻ പറ്റുന്നത്. രണ്ട് സാഹചര്യങ്ങളെയും അവർക്ക് തുല്യമായിട്ട് കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന, ഒരു മിറാക്കിൾ സംഭവിക്കുക എന്ന ഒരു എനർജിയിലാണ് അവർ നിൽക്കുന്നത്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവർക്ക് സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം എടുക്കണമെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു മാജിക്ക് സംഭവിക്കേണ്ടി വരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു മാനിഫെസ്റ്റേഷൻസ് എനർജിയിലാണ് നിൽക്കുന്നത്. നിങ്ങളുടെ ഇമോഷൻസിനെ കുറിച്ച്, നിങ്ങൾ അവർക്ക് വേണ്ടി ഒരു കപ്പ് ഓഫ് ലവുമായിട്ട് വെയിറ്റിംഗ് ചെയ്യുന്നു, നിങ്ങളൊരു അബണ്ടൻസ് ആണ്, നിങ്ങളുടെ പ്രസൻസ് അവർക്ക് പോസിറ്റിവിറ്റി ലഭിക്കുന്നു എന്നെല്ലാം അവർക്ക് അറിയാമെങ്കിലും അവരെ സംബന്ധിച്ചൊരു സ്റ്റക്ക് എനർജിയിലാണ്, സാറ്റിസ്ഫൈഡ് അല്ല അവരുടെ കറൻറ്റ് സിറ്റുവേഷൻസ് എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് മുന്നിൽ അവർ ബൗണ്ടറി തീർത്ത് നിൽക്കുന്നത് അവരെ സംബന്ധിച്ച് ഈ ഒരു റീയൂണിയൻ എനർജി, അവരുടെ ലൈഫിൽ പുതിയ ഒരു എനർജി കണക്റ്റഡ് ആയതിനെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങളുമായിട്ട് ആ ഒരു വ്യക്തി ഒരു ബൗണ്ടറി തീർത്ത് നിൽക്കുന്നതായിട്ട് കാണുന്നത്. എന്താണേലും അവരെ സംബന്ധിച്ച് സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇമോഷണലി അവർ ഡൗൺ ആയിട്ട് പോവുകയാണ്. 5 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത്. അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അതായത് അവർ പാസ്റ്റിലെ ആ ഒരു സിറ്റുവേഷൻസിനെ അവരിലേക്ക് കണക്റ്റ് ചെയ്തതും
നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ആ ഒരു ബന്ധത്തിനകത്ത് അവർ നൽകേണ്ടിയിരുന്ന ഒരു പ്രാധാന്യവും എല്ലാം അവർ കണക്റ്റ് ചെയ്യുമ്പം അവർക്ക് ശരിക്കും ഒരു നിരാശ എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് ടോട്ടൽ എനർജിയിലേക്ക് നോക്കുമ്പം ഒരു വിശ്വസ്തത പുലർത്താൻ പറ്റുന്ന ഒരു പേഴ്സൺ അല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കേട്ടോ. ഡിവൈൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്നത് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബ്ലോക്ക് എനർജി എല്ലാം ചേഞ്ച് ആവും. തീർച്ചയായിട്ടും ഒരു നല്ലൊരു മാറ്റം, തിരിച്ചറിവ് അവരിലേക്ക് കണക്റ്റ് ചെയ്യുക തന്നെ ചെയ്യുമെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു എനർജിയിൽ നിങ്ങൾക്ക് അവരെ വളരെയധികം കൺട്രോൾ എനർജിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ അവർ നിങ്ങൾക്ക് മുന്നിൽ വന്ന് നിൽക്കും. അവരുടെ ഈഗോ എല്ലാം കളഞ്ഞ് അവരുടെ ആ ഒരു സ്ട്രോങ് ആകുന്ന അല്ലെങ്കിൽ ഒരു ബൗണ്ടറി തീർത്ത് നിൽക്കുന്ന സിറ്റുവേഷൻസ് എല്ലാം അവസാനിച്ച് നിങ്ങൾക്ക് മുന്നിൽ തന്നെ ആ ഒരു പേഴ്സൺ വന്ന് നിൽക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. നിങ്ങളുടെ ബന്ധം എത്രത്തോളം വീഴ്ചയിലേക്ക് പോയാലും നിങ്ങൾക്ക് തന്നെയാണ് വിജയമെന്നാണ് ഡിവൈൻ്റെ പ്രസൻസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഭാഗം തന്നെയാണ് പോസിറ്റീവും ശരിയുമായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആയിട്ട് കാണുന്നത്. പിന്നെ ടോക്സിക് സിറ്റുവേഷൻസിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലൊരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റിൻ്റെ എനർജി കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുമായിട്ട് ആ ഒരു വ്യക്തിക്ക് ലൈഫ് ലോങ് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് സിംഗിൾ എനർജിയിലുള്ളവർക്ക് മാര്യേജിൻ്റെ ഒരു പ്രസൻസ് കാണുന്നുണ്ട്. അതല്ലാതെ നിൽക്കുന്ന എനർജിക്കാർക്ക് തീർച്ചയായിട്ടും ഇവരുടെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഇവരുടെ ഒരു പ്രസൻസോട് കൂടി ഒരു ലൈഫ് ലോങ് പോകാൻ സാധിക്കുന്ന സിറ്റുവേഷൻസ് ഡിവൈൻ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആക്കി തരുമെന്ന് തന്നെയാണ് കാണുന്നത്. കാരണം ഒരു ടോക്സിക് എനർജിയിൽ നിന്നും ഒരു തിരിച്ചറിവിലേക്ക് അവർ വരുമെന്ന് തന്നെയാണ് കാണുന്നത്. പക്ഷേ കുറച്ച് ടൈം എടുക്കുന്ന സിറ്റുവേഷൻസ് ആണ്. വെയിറ്റിംഗ് ചെയ്യുക എന്നാണ് ഡിവൈൻ കാണിച്ച് തന്നിരിക്കുന്നത്. പേജ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. ക്ഷമയോടുകൂടി ഒന്ന് വെയിറ്റിംഗ് ചെയ്യുക. ഏകദേശം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, നിങ്ങൾ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്ന, ഏത് രീതിയിൽ വേണം നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ എന്നാണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പൂർണ്ണത വരുത്തുമെന്ന് തന്നെയാണ് കാണുന്നത്. പക്ഷേ ഇതിനകത്ത് മറ്റൊരു സിറ്റുവേഷൻസും, അതായത് അവർക്ക് വേണ്ട ഏറ്റവും പ്രാധാന്യമുള്ളൊരു സിറ്റുവേഷൻസ് തന്നെയാണ് കടന്ന് വന്നിരിക്കുന്നതായിട്ട് കാണുന്നത് കേട്ടോ. എന്താണെങ്കിലും റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.